Hi students, in this session we are going to discuss about photovoltaic system for power generation and also the topic solar ponds. So let us begin with photovoltaic system. Now what is a solar cell? A solar cell is an energy conversion device which is used to convert solar energy to electrical energy by using the principle of photoelectric effect. Photoelectric effect എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന ഒരു ഡിവൈസ് ആണ് സോളാർ സെൽ. Now solar cells are made up of semiconductors, and when light or solar radiation falls on these semiconductors, electricity is produced, and this phenomenon is called photoelectric effect. അതായത് സോളാർ റേഡിയേഷൻ സെമികണ്ടക്ടറിന്റെ മുകളിൽ പതിച്ചു കഴിയുമ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു. ഈ ഫിനോമിനനെ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നു. Now, combination of solar cells to increase the electric power output is called solar array or solar module. ഒരുപാട് സോളാർ സെല്ലുകളുടെ കോമ്പിനേഷൻ എന്തിന് ടു ഇൻക്രീസ് ദി ഇലക്ട്രിക് പവർ ഔട്ട്പുട്ട്, ഇലക്ട്രിക് പവർ ഔട്ട്പുട്ട് കൂട്ടുന്നതിന് വേണ്ടി സോളാർ സെല്ലുകളെ കമ്പൈൻ ചെയ്യുന്ന കോമ്പിനേഷനെ സോളാർ അറേ അല്ലെങ്കിൽ സോളാർ മൊഡ്യൂൾ എന്ന് പറയുന്നു. അപ്പോൾ രണ്ട് തരം സോളാർ അറേസ് അല്ലെങ്കിൽ സോളാർ മൊഡ്യൂൾസ് ആർ possible. One is flat plate arrays and the concentrating arrays. Here flat plate arrayകളിൽ solar cells are connected to some flat structure and flat plate collectors are used here to collect solar energy. In concentrating arrays, we use concentrating type of collectors together with the solar array. Solar arrayക്കൊപ്പം തന്നെ solar energy concentrate ചെയ്യാൻ നമ്മൾ കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് ഓഫ് കളക്ടേഴ്സ്, അതായത് ഫ്രെനൽ ലെൻസ്, പാരബോളിക് മിറേഴ്സ്, കോമ്പൗണ്ട് പാരബോളിക് കോൺസെൻട്രേറ്റേഴ്സ് എന്നിവ സോളാർ അറേക്കൊപ്പം തന്നെ ഉപയോഗിക്കുന്നു. അതാണ് കോൺസെൻട്രേറ്റിംഗ് അറേസ്. നെക്സ്റ്റ്, what does a basic photovoltaic system consist of? ഒരു ബേസിക് ഫോട്ടോവോൾട്ടൈക് സിസ്റ്റത്തിൽ there is a solar array, there is a battery, there is a blocking diode and there is a converter. These are the parts of a basic photovoltaic system. ഒരു photovoltaic system എന്ന് പറഞ്ഞാൽ it consists of a solar array. Solar array എന്ന് പറഞ്ഞാൽ a set of solar cells which convert solar energy to electricity. നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ it includes a battery. ബാറ്ററി എന്തിനാണ്? ഉണ്ടായ സോളാർ എനർജിയെ ഇലക്ട്രിസിറ്റിയായി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാറ്ററി. പിന്നെ there is something called a blocking diode. Blocking diode എന്ന് പറഞ്ഞാൽ it allows the electricity produced in the solar array to flow only to the battery and never in the reverse direction. അതായത് സോളാർ എനർജിയെ ഇലക്ട്രിസിറ്റി ആയി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജി ബാറ്ററിയിലേക്ക് ഫ്ലോ ചെയ്യണം. പക്ഷെ ബാറ്ററിയിൽ നിന്നും തിരിച്ച് നമ്മുടെ സോളാർ അറേയിലേക്ക് വരാനും പാടില്ല. അപ്പോൾ ഇത് പ്രിവെന്റ് ചെയ്യാൻ ഒരു ബ്ലോക്കിംഗ് ഡയോഡ് ഉപയോഗിക്കും. Then the fourth part is an inverter or a converter. It is used to convert the DC voltage, battery voltage to AC. Okay. Now, what are the applications of a solar photovoltaic system? It can be used for an innumerable number of applications, that is street lighting, water pumping, railway signaling, battery charging, weather monitoring, and it is the main source of power in a spacecraft. അപ്പോൾ സോളാർ ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. അതിനെ ഈ പർപ്പസുകൾക്കെല്ലാം ഉപയോഗിക്കാം. എന്താണ് ഒരു സോളാർ ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ്? ലോങ് ഇഫക്റ്റീവ് ലൈഫ്, ഒരുപാട് കാലം നിലനിൽക്കും. നോ പൊല്യൂഷൻ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പൊല്യൂഷൻ ഒന്നുമില്ല, കാരണം ഇതിൽ ഫോസിൽ ഫ്യൂൽസ് ഒന്നും ഉപയോഗിക്കപ്പെടുന്നില്ല. ഹൈലി റിലയബിൾ, വളരെ റിലയബിൾ ആയൊരു എനർജി സോഴ്സ് ആണ്, ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് ആണ്. നോ ഫ്യൂവൽ റിക്വയർഡ്, ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ഫോസിൽ ഫ്യൂവലുകളോ മറ്റു ഫ്യൂവലൊന്നും ഇതിന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈസി ടു മേക്ക്, വളരെ ഈസിയായി കൺസ്ട്രക്ട് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ലെഫ്റ്റ് അൺഅറ്റൻഡഡ് ഫോർ എ ലോങ് പീരീഡ്, പ്രത്യേക ശ്രദ്ധയൊന്നും കൊടുക്കാതെ തന്നെ ഇത് കുറേ നാള് നിന്ന് പോകും. അപ്പോൾ ദീസ് ആർ ഓൾ ദി അഡ്വാൻറ്റേജസ് ഓഫ് ക്യാൻ ബി അറ്റൻഡഡ് ഫോർ എ ലോങ് പീരീഡ് എന്നല്ല, ക്യാൻ ബി ലെഫ്റ്റ് അൺഅറ്റൻഡഡ് ഫോർ എ ലോങ് പീരീഡ്.
These are the advantages of solar photovoltaic system, and its disadvantage is its high cost. So I hope photovoltaic system is clear to you. Next, we come to solar pond. Solar pond എന്ന് പറഞ്ഞാൽ it is a natural or artificial water body for collecting, absorbing and storing solar energy as heat by preventing convection. അതായത് നാച്ചുറലായോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കാവുന്നതോ ആയ ഒരു വാട്ടർ ബോഡി. ഈ വാട്ടർ ബോഡി എന്തിനാണെന്ന് വെച്ചാൽ അത് സോളാർ എനർജി കളക്ട് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും, അതായത് കളക്ട് ചെയ്ത് അബ്സോർബ് ചെയ്ത് സ്റ്റോർ ചെയ്യുക ആസ് ഹീറ്റിന്റെ ഫോമിൽ സോളാർ എനർജിയെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ആർട്ടിഫിഷ്യൽ ഓർ നാച്ചുറൽ ബോഡി ഓഫ് വാട്ടർ ആണ് ഒരു സോളാർ പോണ്ട്. ഇതിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഷാലോ ഡെപ്ത് ഓഫ് വാട്ടർ, വലിയ ആഴമൊന്നുമില്ലാത്ത വാട്ടർ എടുക്കും. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു റേഡിയേഷൻ അബ്സോർബിംഗ് ബോട്ടം, സോളാർ റേഡിയേഷൻ അബ്സോർബ് ചെയ്യാവുന്ന ഒരു അടിവശം അതിനുണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മളൊരു സോളാർ പോണ്ട് എന്ന് വിളിക്കുന്നത്. ബിലോ ദിസ് റേഡിയേഷൻ അബ്സോർബിംഗ് ബോട്ടം, ഈ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്ന ആ തട്ടിന് താഴെ ഒരു ബെഡ് ഓഫ് ഇൻസുലേഷന്റെ ഒരു ബെഡ് ഉണ്ടായിരിക്കും, ലെയർ ഓഫ് ഇൻസുലേഷൻ ഉണ്ടായിരിക്കും. അത് അബ്സോർബ് ചെയ്യപ്പെട്ട ഹീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ. ആർട്ടിഫിഷ്യൽ സോളാർ പോണ്ട് ആണെങ്കിൽ ഈ പോണ്ടിന്റെ മുകൾ വശത്ത് ഒരു ട്രാൻസ്പെറന്റ് കവർ ഓഫ് ഗ്ലാസ് ഉണ്ടായിരിക്കും, സോളാർ എനർജി കയറുന്നതിനെ ഒന്നും പുറത്തു വിടാതിരിക്കാൻ. ഇനി അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. എന്താണ് ഇവിടുത്തെ സോളാർ റേഡിയേഷൻ അബ്സോർബിംഗ് ബോട്ടം? അതായത് അടിവശത്ത് സോളാർ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്ന ഒരു ലെയർ ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താണ്? ഇറ്റ് ഈസ് എ ലെയർ ഓഫ് സോൾട്ട് വാട്ടർ. ഒരു ലെയർ ഉപ്പുവെള്ളം ഈ പോണ്ടിന്റെ അടിയിലുണ്ടായിരിക്കും. അതിന് മുകളിൽ ഒരു ഫ്രഷ് വാട്ടറിന്റെ ലെയർ. അപ്പോൾ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ബിക്കോസ് ഓഫ് ഇറ്റ് സോൾട്ട് കണ്ടന്റ്, ദ സോൾട്ട് വാട്ടർ ഈസ് ഹൈലി ഡെൻസ്. അത് വളരെ സാന്ദ്രതയേറിയതാണ്. എന്ത് പറ്റിച്ചാൽ ചൂടായാൽ ഈ സോൾട്ട് വാട്ടർ ഉയർന്നു വരില്ല. ബൈ കൺവെക്ഷൻ ഇറ്റ് ഡസ് നോട്ട് റൈസ്. വാട്ട് ഈസ് കൺവെക്ഷൻ? കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം ചൂടാവുന്ന പ്രോസസ്സാണ് കൺവെക്ഷൻ. ലിക്വിഡ്സ് ചൂടാവുന്ന പ്രോസസ്സാണ്. അതായത് ചൂടായ ലെയർ ഉയർന്ന് മുകളിലേക്ക് വരികയും ചൂട് കുറഞ്ഞ ഹെവി ലെയേഴ്സ് താഴേക്ക് പോവുകയും അത് ചൂടാവുമ്പോൾ അത് മുകളിലേക്ക് വരികയും അവിടെ ഉണ്ടാവുന്ന ഹെവി ആൻഡ് ലെസ് hot water comes to the bottom. This process continues and it is called convection. ഇവിടെ എന്ത് പറ്റിച്ചാൽ താഴെയുള്ള ഉപ്പുവെള്ളത്തിന് സാന്ദ്രതയും കട്ടി ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അത് ഉയരില്ല, അത് അവിടെ തന്നെ കിടക്കും. അങ്ങനെ കൺവെക്ഷൻ പ്രിവെന്റ് ചെയ്തുകൊണ്ട് അതിന്റെ ചൂട് കൂടി 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 വന്ന് അങ്ങനെയാണ് ഈ ലെയറിൽ ചൂട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ. Now, a layer of heated salt water is thus produced at the bottom of the pond with a light layer of fresh water above it. Okay, so solar pond is an artificially constructed pond in which solar energy is stored by preventing convection. അങ്ങനെ കൺവെക്ഷൻ പ്രിവെന്റ് ചെയ്തുകൊണ്ട് സോളാർ എനർജിയെ സ്റ്റോർ ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് പോണ്ട് ആണ് സോളാർ പോണ്ട്. Okay, now the salt used in the solar pond should have the following properties. ഇതിൽ ഉപയോഗിക്കുന്ന സോൾട്ടിന് ഈ പ്രോപ്പർട്ടീസ് എല്ലാം വേണം. ഇറ്റ് ഷുഡ് ബി ഹൈലി സൊല്യൂബിൾ, അലവിങ് ഹൈ ഡെൻസിറ്റി, നല്ല സൊല്യൂബിലിറ്റി വേണം. ഇറ്റ് മസ്റ്റ് ബി ട്രാൻസ്പെറന്റ് ടു സോളാർ റേഡിയേഷൻ, സോളാർ റേഡിയേഷൻ കടത്തിവിടാൻ പറ്റുന്ന സോൾട്ട് ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി എക്സ്പെൻസീവ് ആൻഡ് ഹൈലി അബണ്ടന്റ്, വിലക്കുറവും ധാരാളമായി കാണപ്പെടുന്നതുമായിരിക്കണം. Applications of solar pond. It is used for the production of power. അതായത് സോളാർ പോണ്ടിൽ നിന്ന് കിട്ടുന്ന റേഡിയേഷൻ അല്ലെങ്കിൽ എനർജി ഉപയോഗിച്ച് നമുക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യാം, ഡീസലനൈസേഷൻ നടത്താം, ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് ബിൽഡിംഗ് നടത്താം. ഇതെല്ലാം സോളാർ പോണ്ടിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. Okay, so solar pond is a setup or a artificially or a naturally formed water body in which solar energy is collected, absorbed and stored by preventing convection. So I hope solar pond and solar photovoltaic system is clear to all of you. If you have any doubts, please do contact